സിദ്ധു എന്താ പറ്റിയടാ? ആന്നോ? ആഗ്രാന്റെ മുത്തുള്ള ബീഫെല്ലാം തിന്ന് സിദ്ധുവിന് വയ്യ ഗൈസ്. സിദ്ധു കുറേശ്ശൊക്കെ കഴിക്കണില്ല, അസുഖം പിടിക്കും കേട്ടോ. ഉച്ചയ്ക്ക് സിദ്ധു കുറച്ച് ബീഫ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധുവിന് നല്ല വയറുവേദനയും മുഖമൊക്കെ ചോറിന് തടിക്കാൻ തുടങ്ങി. ജനറ്റിക്കായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ചിലർക്കൊക്കെ ഫുഡിന് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവനും ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ആണെങ്കിൽ ഫോണിന്റെ ഗാലറി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് പേര് എഴുതി തന്നത് മരുന്നിന്റെ. അവിടെ ഇരിക്കുന്നവർക്ക് മരുന്നിന്റെ പേര് പോലും അറിയാതാണോ അവിടെ ഇരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഡൗട്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാർമസിയിൽ നിങ്ങൾ ഈ മരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഫാർമസിയിലുള്ള മരുന്ന് എഴുതി തരാമെന്ന് പറഞ്ഞു. ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇതൊക്കെയാണ് എപ്പോഴും അവസ്ഥ. മൂക്കിന്റെ പാലത്തിന് പ്രശ്നമുള്ളവരെ സ്ട്രോക്കാന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പറഞ്ഞു. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവരെ 9 മാസം വരെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സ്കാൻ റിപ്പോർട്ട് പോലും നേരം ചോദ്യം നോക്കാതെ ലാസ്റ്റ് ടൈമിൽ അവർക്ക് കുഞ്ഞിന് വെയിറ്റ് എന്ന് പറഞ്ഞത് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു. ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറുന്ന കാലുവേദനയ്ക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ. തൊണ്ടവേദനയായി ചെല്ലുന്നവർക്ക് യൂറിനറി ഇൻഫെക്ഷന്റെ മരുന്ന് എടുത്ത് കൊടുക്കുന്ന ചില മെഡിക്കൽ സ്റ്റോറുകളും ഉണ്ട്. രാത്രി ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകുന്നവർ അറ്റ്ലീസ്റ്റ് മരുന്ന് അത് തന്നെയാണെന്ന് തരുന്നത് നോക്കുക, എക്സ്പയറി ഡേറ്റ് നോക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കുത്തിപ്പിടിക്കുക. ഓക്കെ, ബൈ ബൈ.